ഹലോ ഗൈസ്, എല്ലാവർക്കും ലൈഫ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ നമ്മുടെ പ്രിയ സുഹൃത്തായ വിവേടോ. അപ്പം വിവേടനും നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് വിവേടനെയും കൂടി സഹായത്തോടെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ബാക്കി വിവേടം പറ. ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ വിശേഷങ്ങൾ വിഷ്ണു ഒന്ന് നമ്മളോട് പറയും. അപ്പൊ വിവേടം പറഞ്ഞ മാതിരി തന്നെ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്, അതും ചിക്കൻ ഉപയോഗിച്ചുകൊണ്ട്. പല ആളുകളും കപ്പ ബിരിയാണി പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് സ്പെഷ്യൽ ആവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ മച്ചാമാരെ, നമ്മൾക്ക് പണിയെടുക്കാൻ മടിയായതുകൊണ്ട് നമ്മളെ വിവേടം തന്നെ കേട്ടോ പണിയെടുക്കുന്നത്. വിവേടം നമ്മുടെ കപ്പ നല്ല ചെറുതായിട്ട് കുനുകുന എന്ന് പറഞ്ഞ അരിയാണേ. നല്ല സെറ്റായിട്ട് അരിയുന്നുണ്ട്. നമുക്ക് ആദ്യം വേണ്ടതും ഇത് തന്നെയാണ്. കപ്പ സൂപ്പറായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പം മച്ചന്മാരത് നമ്മളെ കപ്പ കുലുകുന എന്ന് പറഞ്ഞ അടിപൊളിയായിട്ട് വിവേടം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോലെ കപ്പ ബിരിയാണി ഉണ്ടാക്കേണ്ട സാധനങ്ങളാണ് കുറച്ച് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള കപ്പ. അതുപോലെ തന്നെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യമേ കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മുളക് പൊടി വേണം, കുറച്ച് ചിക്കൻ മസാല വേണം, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും വേണം. അതിൽ കുറച്ച് ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. ഇതാണ് നമുക്ക് ഈ ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ടാക്കേണ്ട മച്ചന്മാരെ. നമുക്ക് നല്ല അടിപൊളി ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട വിഭവങ്ങളൊക്കെ വിവേടം പറഞ്ഞല്ലോ. നമുക്ക് നേരെ പാചകത്തിലേക്ക് പോയാലോ. അപ്പം മച്ചന്മാരെ, നമ്മളെ വിവേട്ടൻ പാചകം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുപ്പ് കത്തിച്ചിക്കുന്ന്, പാന് വെച്ചിക്കുന്ന്. അപ്പം അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയാണ്. ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് കപ്പ ഇടാം. എന്നിട്ട് കപ്പ നല്ലപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. നമുക്ക് നല്ല പോലെ പുഴുങ്ങുക എന്ന് പറഞ്ഞാൽ നല്ല പോലെ വേവ് വേണം. എന്നാലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മുഴുവൻ കപ്പയും ആ വെള്ളത്തിലേക്കിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് നല്ലപോലെ അടച്ച് വയ്ക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. നമ്മളെ വിവേടൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാമെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടി ചേർക്കുന്നുണ്ട്. എന്നാലും നല്ല അടിപൊളി മഞ്ഞ കളർ വന്നിട്ടുണ്ട്. അതെ, അപ്പോൾ മഞ്ഞൾപ്പൊടി ആവശ്യമാണെന്നാണ് വിവേടൻ പറയുന്നത്. എന്തായാലും വിവേടൻ്റെ കുക്കിംഗ് ആണ്, നമ്മൾ കൂടെ നിൽക്കുന്നത്. നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ചു വേവിച്ചൂടെ? പിന്നെന്താ, സൂപ്പർ. കുറച്ച് നേരം കൂടെ അടച്ചു വേവിക്കാം. വേവാത്ത സാധനം ഞാൻ തിന്നൂല്ലേ. മച്ചാമാരെ, നിങ്ങൾ കണ്ടോ, ഈ ഔട്ട്ഡോറിൽ വെച്ചിട്ട് നമ്മൾ എടുക്കാമെന്നാണ് വിചാരിച്ച ഈ വീഡിയോ. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മളെ മഴ പറ്റിച്ചു മച്ചാമാരെ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. മഴ പറ്റിച്ചാൽ എന്താ, ഇപ്പോൾ നല്ല സ്ഥലത്ത് വെച്ചിട്ട് നല്ല ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നില്ലേ, മതി, നമുക്കത് മതി. നീ പറഞ്ഞോണം, കപ്പ വേവാതെ ആവണ്ട, കപ്പ വെന്ത് കഴിയാനായിരുന്നു നമുക്ക് കപ്പേൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് നമ്മളെ വിഷയം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വിഷ്ണു, ഈയല്ലേ പറഞ്ഞത് കപ്പ വെന്തിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ വെന്തീനോ നോക്കുകയാണ്. പക്ഷെ വെന്തിയില്ല, നമുക്ക് കുറഞ്ഞ സമയം കൂടെ വേവിക്കാണ്ട് കേട്ടോ. നിങ്ങൾ വേവിച്ചോളി. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞല്ലേ. ഞാൻ കഴിക്കൂല എന്ന് മാത്രമല്ല, സത്യസന്ധമായ അഭിപ്രായം മാത്രമേ ഞാൻ വീഡിയോയിൽ പറയുള്ളേ. എടാ വിഷ്ണു, ഈ പറഞ്ഞോണം ഫുള്ള് വെന്ത് സെറ്റാണ് കേട്ടോ. ഞാൻ ഇനി വാങ്ങിയേക്കാൻ വേണ്ടി പോവാണേ. ഒരു കുഴപ്പമില്ല. കപ്പ നല്ല കന എന്ന് പറഞ്ഞ കനത്തിലാണ് നിൽക്കുന്നത്. കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല പോലെ ഒന്ന് ഓട്ടയാണ്. ഇതേ വെള്ളം അങ്ങോട്ട് ഊറ്റി അങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ, ഒന്ന് ഉടച്ചും കാലിന് കയറ്റാണ്ട് ബാക്കിയുള്ള കാര്യം ഇത് കഴിഞ്ഞിട്ടാക്കാം. ഇനി ഒന്നും പറയണ്ട, നമുക്ക് നോക്കാം. കുഴപ്പമില്ല, നിങ്ങൾ വാങ്ങി വെച്ചതിന് ശേഷം ഉടച്ചതിന് ശേഷം ബാക്കി ഇനി ഞാൻ കഥ പറയാം. ഓക്കെ, സെറ്റ്. എടാ വിഷ്ണു, നോക്ക്, ഇത് പോരെ? ഇത്ര വെന്താ പോരടോ? സംഭവം നിങ്ങൾ വെള്ളം ഊറ്റിയതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ആ ഉടക്കലങ്ങോട്ട് ശരിയായില്ല. നല്ലപോലെ ഒന്ന് ഉടക്കി. വിവേട്ടാ, ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചേ. ഞാൻ നല്ലവണ്ണം അടച്ചു. ഇനിയിപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കണം.
അപ്പൊ അത് ചേർക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വെയിറ്റ് ചെയ്യ്. അതിനു മുമ്പ് ഒരു കാര്യം വിവേട്ടാ, നമ്മളെ പ്രേക്ഷകരോട് നമുക്കൊരു കാര്യം പറയാനില്ലേ? പറയും. അപ്പോൾ മച്ചാന്മാരെ, നമ്മളെ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊക്കെയാണ്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ ലൈക്ക് ചെയ്യുന്നു. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പോൾ കമന്റും ചെയ്യണം. അപ്പൊ നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യണം. അത് മാത്രം പോരാ, ബെൽ ബട്ടൺ എന്ത് ചെയ്യണം? അമർത്തണം. ഇനിയിപ്പം ബാക്കി സാധനങ്ങൾ ചേർക്കുന്നതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സെറ്റ്. ബാക്കി നമ്മളെ വീഡിയോ വീണ്ടും മൂവ് ചെയ്യാണ്. വീണ്ടും തുറന്ന് കാണൂ. ചേട്ടാ, ഉടച്ചു നിൽക്കുന്ന കപ്പയിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ച് നിൽക്കല്ലേ. നിങ്ങൾ പെട്ടെന്ന് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കണം. ഞാൻ ചേർക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾ ചേർത്തോ, കുഴപ്പമില്ല. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ വിശന്ന് വയറ് കത്തുകയാണ്. പെട്ടെന്ന് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. നമ്മള് പാകം ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആദ്യം അങ്ങോട്ട് ചേർത്തു. സെറ്റ്. ഇനി എന്ത് ചെയ്യണം? അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുകയാണ്. മുളക് പൊടി കുറച്ച് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഏശം കൂടി പോയോ? കളറ് ഏശം കൂടിക്കുന്നു. ഇനിയും കൂടെ വേണ്ടി വരും. പക്ഷെ ഞാൻ ഈ മുഴുവൻ ചിക്കൻ മസാല ഇതിനകത്ത് ആഡ് ചെയ്യാണ്. ഏകദേശം എത്ര ഗ്രാം വരും? അത് ഒരു 2 ടീസ്പൂൺ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത്. നിങ്ങൾ കൈ കൊണ്ടിട്ട് എന്നെ കൊണ്ട് അളവ് മനസ്സിലായില്ല. ഞാൻ അളവില് ഭയങ്കര വിദഗ്ധനാണ്. ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. അല്ല, മഞ്ഞപ്പൊടി എത്ര ഏകദേശം അളവ്? ഒരു നുള്ള് ഉപ്പ്, ഒരു നുള്ള് ഇട്ടിട്ട് നമ്മളിത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഈ ചിക്കൻ മസാല, പ്രധാനമായിട്ട് ഈ ചിക്കൻ മസാല ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ച് വരണം. നന്നായി ഇങ്ങനെ പിടിച്ച് വന്നതിന് ശേഷം സംഭവം ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ. സംഭവങ്ങളെ പാചകത്തിനെ കുറിച്ച് വലിയ അഭിപ്രായം ഇല്ലാന്നുണ്ടെങ്കിലും പക്ഷെ ഈ മണം കേട്ടിട്ട്, മണം സ്മെല്ല് ചെയ്തിട്ട് എനിക്ക് എന്താ തോന്നുന്നത്? അതാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു സ്മെല്ലിനെ കുറിച്ച്. സ്മെല്ല് നൈസാ, നല്ല സ്മെല്ല്. പക്ഷെ കഴിച്ചു കഴിഞ്ഞ അഭിപ്രായം കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഞാനിത് ഇളക്കി ചിക്കനും ഈ കപ്പയും മസാലയും ഒക്കെ അങ്ങനെ ചേർന്ന് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ കരിവേപ്പില അരിഞ്ഞു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് മല്ലിച്ചെപ്പും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സാധനമാണ് മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ ഇടുന്നത്. അതൊന്നിങ്ങനെ വെന്തിട്ട് ഇതിനകത്ത് പിടിക്കണം. പിടിച്ചൂടെ? പിടിക്കാനോ? എന്താ പ്രശ്നം? പിന്നല്ലാതെ. അഭിപ്രായം കഴിച്ചു കഴിഞ്ഞിട്ട് മുഴുവനായിട്ട് പറയൂ. അതുവരെ കമന്റ് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ഇളക്കി സെറ്റായി വെച്ചിട്ട് നമ്മൾ ഓഫാക്കി വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ചെറിയൊരു വറവിടണം. കടുകും ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു വറവിടണം. അപ്പം മാത്രമാണ് നമ്മളെ ചിക്കൻ കപ്പ ബിരിയാണി മാസാവുള്ളൂ. അപ്പൊ നമുക്ക് വറവിലേക്ക് പോവാം. പിന്നെന്താ പോവാലോ. പൊന്നു വിവേട്ടാ, നമ്മളിതാ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ പുറത്തെ മഴ നമ്മളെ അലമ്പാക്കുന്നുണ്ട്. വോയിസ് കറക്റ്റ് ആവുന്നില്ല. പ്രശ്നമില്ല. ഈ ചിക്കൻ കപ്പ ബിരിയാണി കഴിക്കുമ്പോ ഈ മഴയും കൂടെ പെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാം. അപ്പോൾ മച്ചാന്മാരതാ വിബിയേട്ടർ ഏകദേശം നമ്മളെ കപ്പ ബിരിയാണി സെറ്റാക്കിയത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. മൂപ്പർക്ക് പാത്രം കഴുകാനും ഇതിനൊക്കെ നല്ല മടിയുള്ള അയാളായതുകൊണ്ട് തന്നെ വേറൊരു പാത്രത്തിൽ വിഷ്ണു കൂടുതൽ പാത്രമൊക്കെ കുറച്ച് പാത്രം പോലെ മതി. കുഴപ്പമില്ല, നമ്മളെ സാധാരണക്കാരാണ് നമ്മളെ വീഡിയോ കാണാൻ. എന്നിരുന്നാലും അധികം ഒന്നും പറയണ്ട, വറവിലേക്ക് പോവാം. ആയിക്കോട്ടെ, പോവാം. പക്ഷെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. സാധാരണക്കാരാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിലും കൂടി സാധാരണ യൂട്യൂബിലുള്ള വീഡിയോ വളരെ വൃത്തിയായിട്ട് പുതിയ പാത്രങ്ങളിലൊക്കെയാണ് ചെയ്യുന്നത്. അതെ, നമുക്കത് മതി. നമുക്ക് നേരെ വറവിന്റെ പരിപാടികളിലേക്ക് പോവാം. പിന്നെ വിബിയേട്ടൻ ആയതുകൊണ്ട് ഇതൊക്കെ ഒരു ന്യായമായിട്ട് പറയും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. കാരണം എന്താ വെച്ചാൽ മൂപ്പരാക്ക് പാത്രം കഴുകാനും ചെറിയ മടിയുള്ള ആളാണ്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് ബാക്കി ചിക്കൻ കപ്പ ബിരിയാണീൻ്റെ കാര്യങ്ങൾ നോക്കാം. വിബിയേട്ടൻ എന്താ ഈ അലമ്പായി കിടക്കുന്ന പാനിൽ വെച്ചിട്ട് തന്നെയാണ് വറവിടാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത്. വിബിയേട്ടാ, എന്നാ പരിപാടി വയ്ക്കോ. അതേ അടുപ്പ് കത്തിച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇവിടെ ഞങ്ങൾ ഉണക്ക ഫോണ് സൈഡിലാക്കി വെക്കി. എത്ര ദിവസമായി പറയുന്നത് വീഡിയോ എടുക്കുമ്പോൾ ഫോണ് സൈഡിലാക്കി? ആയിക്കോട്ടെ, ഫോണ് സൈലന്റ് ആക്കി. നമുക്ക് എന്ത് വേണം? ഇതൊന്ന് ചൂടാവട്ടെ. ഓക്കെ.
ആ ചൂടായി വരുന്നുണ്ടല്ലോ, ഇതാ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നോട്ടെ. ഇപ്പൊ കൂടുതൽ സാധനം ഒന്നും വേണ്ട, നമുക്ക് കുറച്ച് കടുക് മാത്രം മതി. പക്ഷെ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കളഞ്ഞിട്ട് ഇതിനകത്ത് ഇടാം. പക്ഷെ ഞാൻ കടുക് മാത്രമാണ് ഒരു വെറൈറ്റി ആവട്ടെ. അല്ല, എനിക്ക് ചെറിയുള്ളി ഇഷ്ടമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നിങ്ങൾ ചെറിയുള്ളി വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ചെറിയുള്ളി കടുക് ഇങ്ങനെ പൊട്ടി വരും. പൊട്ടിയിട്ട് അതിന്റെ കണ്ണിലേക്കൊക്കെ ചിലപ്പോൾ നിർത്തി അതുകൊണ്ട് കുറച്ച് വിട്ടു നിന്നോ. തട്ടി കേടായുള്ള വീഡിയോയിലെ പരിപാടിക്ക് നമുക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ലേശം പിന്നോട്ടൊക്കെ സുഹൃത്തുക്കളെ. അപ്പൊ കടുക് ഇങ്ങനെ പൊട്ടി വരികയാണ്. കടുക് പൊട്ടി വന്നാൽ ഞാൻ ഇനിയും പാത്രം ഉപയോഗിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ഈ സാധനം ഇതിലേക്ക് തന്നെ ഇടുകയാണ്. ഇതാ നല്ലൊരു സൗണ്ട് വരുന്നുണ്ട്, അതോടുകൂടെ തന്നെ നല്ല ഒരു മണവും ഉണ്ട്. മച്ചാമാരെ സംഭവം ഉണ്ടായപ്പോണെങ്കിലും നല്ല മണമുണ്ട്. സംഭവം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ടേസ്റ്റിനെ പറ്റി ഇപ്പൊ പറയുന്നില്ല കേട്ടോ, ടേസ്റ്റ് കഴിച്ചതിന് ശേഷം പറയാം. കാണുന്ന കാഴ്ച നല്ല മണമുണ്ട്, ശരിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്മളെ കപ്പ ചിക്കൻ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമ്മളെ പ്രേക്ഷകരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രേക്ഷകരെ, നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളും കമന്റ് ചെയ്യണം. ഞാനിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം ഈ വീഡിയോ തന്നെ പറയാം. അത് വേറെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, വിവേട്ടനൊരു റെസിപ്പി അല്ലേ. അങ്ങനെ ഉണ്ടടാ നമ്മളെ കപ്പ ബിരിയാണി. സംഭവം സത്യം പറഞ്ഞോ കള്ളത്തരം പറഞ്ഞോ? സത്യം പറയണോ, അല്ലാതെ എന്നോട് കള്ളത്തരം പറയാനാ ഞാൻ പറഞ്ഞേ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വിബിയേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ വിബിയേട്ടൻ സാധാരണ ഇത്ര ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളല്ല, എന്നാലും ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ റെസിപ്പിയൊക്കെ വീഡിയോയിൽ കണ്ടില്ലേ, നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പൊളിക്കും. സംഭവം മോശമൊന്നും ആയിട്ടില്ല, സെറ്റാണ്. ഓക്കെ.